ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്ന ഒരു കൺട്രീനെ കുറിച്ചും അവിടുത്തെ സമർക്കണ്ട് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിനെ കുറിച്ചായിരുന്നല്ലോ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്കിപ്പോ എബ്രോഡ് MBBS നോക്കുന്ന സ്റ്റുഡൻസിന് ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു കൺട്രി എന്ന് പറയുന്നത് സെൻട്രൽ ഏഷ്യൻ കൺട്രീസ് ആണെന്നും സെൻട്രൽ ഏഷ്യൻ കൺട്രീസിൽ തന്നെ ഏറ്റവും അഫോർഡബിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു കൺട്രിയാണ് ഉസ്ബെക്കിസ്ഥാൻ എന്നും നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഇപ്പൊ നമുക്ക് ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്ന ഒരു കൺട്രി എടുത്തു നോക്കുന്ന സമയത്ത് കറന്റ്ലി നമുക്ക് ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ആണ് MBBS പഠിക്കാനായിട്ട് നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് ഉള്ളത്. ഇപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ഇപ്പൊ അതായത് നമ്മുടെ ഇന്ത്യയിൽ നിന്നും എബ്രോഡ് പോയി പഠിക്കാനായിട്ട് നോക്കുന്ന സ്റ്റുഡൻസ് ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്ന ഒരു കൺട്രി നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ചൂസ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ നമുക്കിപ്പോ ഇന്റർനാഷണൽ ഫാക്കൽറ്റീസ് അവൈലബിൾ ആയിട്ടുള്ളതും 500-ലധികം മലയാളി സ്റ്റുഡൻസ് പഠിക്കുന്നതുമായ ഉസ്ബെക്കിസ്ഥാനിലെ ഒരു നമ്പർ 1 യൂണിവേഴ്സിറ്റിയാണ് ഫർഗാന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഫർഗാന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിനെ കുറിച്ചാണ്. സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നിപ്പോ ഉസ്ബെക്കിസ്ഥാനിൽ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ചൂസ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്ത് മാറിയിരിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് എബ്രോഡ് പോയി പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിലും ഏറ്റവും മെയിൻ ആയിട്ട് നോക്കുന്ന ഒരു കാര്യമാണ് മലയാളി സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി എന്നുള്ളത്. കറന്റ്ലി നമുക്ക് ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്ന കൺട്രിയിൽ ഏറ്റവും കൂടുതൽ മലയാളി സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി കൂടിയാണിത്. അത് കൂടാതെ ഇപ്പോ മലയാളി സ്റ്റുഡൻസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പാരന്റ്സിനാണെന്നുണ്ടെങ്കിലും സ്റ്റുഡൻസിനാണെന്നുണ്ടെങ്കിലും നെക്സ്റ്റ് വരുന്ന ഒരു കൺസേൺ ആണ് ഹോസ്റ്റൽ, അതുപോലെ തന്നെ സേഫ്റ്റി എന്നുള്ള ഒരു കാര്യം. നമുക്കിപ്പോ ഓൾറെഡി അറിയുന്ന ഒരു കാര്യമാണ്. നമുക്കിപ്പോ സെൻട്രൽ ഏഷ്യൻ കൺട്രീസിൽ തന്നെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്നത്. എന്നുണ്ടെങ്കിലും നമുക്കിപ്പോ ഹോസ്റ്റൽ ഫെസിലിറ്റി ആണെന്നുണ്ടെങ്കിലും ഈ കാര്യങ്ങളിലെല്ലാം സ്റ്റുഡൻസ് ആണെങ്കിലും പാരന്റ്സ് ആണെന്നുണ്ടെങ്കിലും വളരെയധികം കൺസേൺ ആണ്. ഇപ്പൊ ഇത് നമുക്ക് നോക്കുന്ന സമയത്ത് ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്ന കൺട്രിയിൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഇൻസൈഡ് ക്യാമ്പസിൽ തന്നെ ഹോസ്റ്റൽ അവൈലബിൾ ആയിട്ടുള്ള ഒരേ ഒരു യൂണിവേഴ്സിറ്റിയാണ് ഫർഗാന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കിപ്പോ ഫാക്കൽറ്റീസിന്റെ നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്കിപ്പോ ഇന്റർനാഷണൽ ഫാക്കൽറ്റീസ് അവൈലബിൾ ആണ്. അതായത് നമുക്കിപ്പോ 13 ഇന്റർനാഷണൽ ഫാക്കൽറ്റീസ് ആണ് കറന്റ്ലി ഫർഗാനയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതുപോലെ തന്നെ നമുക്കിപ്പോ ഇന്ത്യൻ സ്റ്റുഡൻസിനാണെന്നുണ്ടെങ്കിലും സെപ്പറേറ്റ് ഹോസ്റ്റൽ ഫെസിലിറ്റീസും ഇന്ത്യൻ മെസ്സും ഇവിടെ അവൈലബിൾ ആണ്. നമുക്കിപ്പോ ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ നോക്കുന്ന സമയത്ത് മെയിൻലി പറയേണ്ട ഒരു കാര്യമാണ് പ്രോപ്പർ ആയിട്ടുള്ള ECTS സിസ്റ്റം ആണ് ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഫോളോ അപ്പ് ചെയ്യുന്നത്. അതായത് ഇപ്പോ ECTS സിസ്റ്റം ഫോളോ അപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് സ്റ്റുഡന്റ് സ്റ്റാഫ് റേഷ്യോ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഇപ്പോൾ 12 സ്റ്റുഡൻസ് ആയിരിക്കും ഒരു ക്ലാസ്സിൽ ഉണ്ടായിരിക്കും. അതായത് ഇപ്പോൾ നമുക്ക് ഒരു ഫാക്കൽറ്റിക്ക് 12 സ്റ്റുഡൻസ് എന്ന നിലയ്ക്കായിരിക്കും അവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ ഫോളോ അപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിനെല്ലാം നല്ല രീതിക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ ആണെന്നുണ്ടെങ്കിലും കിട്ടുന്നുണ്ട്. നമുക്കിപ്പോ ഉസ്ബെക്കിസ്ഥാനിലെ ഫർഗാന എന്ന് പറയുന്ന സിറ്റിയിലാണ് നമ്മുടെ ഈ ഒരു യൂണിവേഴ്സിറ്റി ലൊക്കേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ട്രാവലിംഗ് ഓപ്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈസി ടു ട്രാവൽ ആണ് വരുന്നത്. അതായത് നമുക്കിപ്പോ ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്ന കൺട്രി എടുക്കുന്ന സമയത്ത് നമുക്ക് 4 ഇന്റർനാഷണൽ എയർപോർട്ട്സ് ആണ് കറന്റ്ലി അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്കിപ്പോ ബുക്കാര്, സമർക്കണ്ട്, പിന്നെ അതുപോലെ തഷ്കന്റ്, ഫർഗാന ഈ 4 സിറ്റീസിലാണ് നമുക്ക് ഇന്റർനാഷണൽ എയർപോർട്ട്സ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇന്റർനാഷണൽ എയർപോർട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു സിറ്റിയിലും കൂടിയാണ് നമ്മുടെ ഈ ഒരു യൂണിവേഴ്സിറ്റി ലൊക്കേറ്റ് ചെയ്യുന്നത്. നമുക്കിപ്പോ നമ്മുടെ ഇവിടുന്ന് കേരളത്തിൽ നിന്നുള്ള ട്രാവലിംഗ് ഓപ്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ 2 വേ ആണ് വരുന്നത്. അതായത് നമുക്കിപ്പോ ഒന്നില്ലെങ്കിൽ ഡൽഹി ത്രൂ നോക്കാം, അല്ലെങ്കിൽ പിന്നെ മിഡിൽ ഈസ്റ്റ് കൺട്രീസ് വഴി നോക്കാം. നമുക്കിപ്പോ കേരള ടു ഡൽഹി, ഡൽഹി ടു തഷ്കന്റിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഹൈ സ്പീഡ് ട്രെയിൻസ് എല്ലാം മുഖേന 2-3 അവേഴ്സ് കൊണ്ട് തന്നെ നമുക്ക് യൂണിവേഴ്സിറ്റിയിലേക്ക് റീച്ച് ആവാനായിട്ട് പറ്റും. അല്ല ഇനിയിപ്പോ മിഡിൽ ഈസ്റ്റ് കൺട്രീസ് വഴിയാണെന്നുണ്ടെങ്കിൽ കേരള ടു ദുബായ്, ദുബായ് ടു ഫർഗാന, ഇങ്ങനെയാണ് നമുക്ക് ട്രാവലിംഗ് ഓപ്ഷൻ വരുന്നത്. അപ്പോ നമുക്ക് ട്രാവലിംഗ് ഓപ്ഷൻ നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും ഈസി ടു വേ ആണ് നമുക്ക് വരുന്നത് ഈ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക്. നമുക്ക് ഈ ഒരു യൂണിവേഴ്സിറ്റിയിലെ ഫീസ് നോക്കുന്ന സമയത്ത് ഇയർലി ട്യൂഷൻ ഫീ നമുക്ക് $3500 ആണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്കിപ്പോ ഈ ഒരു കൺട്രിയുടെ ക്ലൈമറ്റ് നോക്കുന്ന സമയത്ത് നമുക്കിപ്പോ നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ ഏകദേശം, അതായത് നമുക്കിപ്പോ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലൈമറ്റ് തന്നെയാണ് നമുക്ക് ഉസ്ബെക്കിസ്ഥാനിലും വരുന്നത്. അപ്പൊ നമുക്കിപ്പോ ഫീസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും എല്ലാം കൊണ്ടും നമുക്കിപ്പോ ഏറ്റവും അഫോർഡബിൾ ആയിട്ട് എബ്രോഡ് MBBS നോക്കുന്ന സ്റ്റുഡൻസിന് ഏറ്റവും അഫോർഡബിൾ ആയിട്ടും ഏറ്റവും സേഫസ്റ്റ് ആയിട്ടും പഠിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഫർഗാന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നോക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ പ്രോസസ്സിനെ കുറിച്ചും പിന്നെ അതുപോലെ തന്നെ ഫീസ് ഡീറ്റെയിൽസ് ഇതുപോലെ എല്ലാ ഡീറ്റെയിൽസും അറിയാനായിട്ട് ഇപ്പൊ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.